ഫുഡ് എക്സ്പ്ലോറിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തുന്നത്. ഫാഹിൽ മാർക്ക് ആൻഡ് സെയിലിന് നേരെ എതിർവശത്തുള്ള നേച്ചർ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ കയറുന്നത്. ഇവിടെ വിവിധ തരം സ്നാക്സ് ഈവനിങ്ങും വളരെ ചൂടോടുകൂടി ക്ലീനായിട്ട് എൻ്റെ തനതായ രുചിയിൽ ഷവർമ്മ അടക്കം എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. എപ്പോഴും ഇവിടെ റഷാണ്. നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഒരു വളരെ ഫെമിലിയർ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പം നമ്മൾ കുഞ്ഞു അവയൊക്കെ കൗണ്ടറിൽ ഹായ് ബൈ പറഞ്ഞ് ഉള്ളിലേക്ക് കയറി ചെന്നു. അവിടെ വെച്ച് നമ്മൾ ഫാഹിലിലെ മാർക്ക് ആൻഡ് സെയിലിൻ്റെ മാനേജറായി ഇസ്മായിലിക്കെ കണ്ടൊരു ഹായ് പറഞ്ഞ് ഒരു ഡിന്നർ കഴിക്കാൻ വന്നതാണെന്ന് പറഞ്ഞാൽ ചാച്ചൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ സംസാരിച്ച് ഉള്ളിലേക്ക് കയറി. അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. ഉള്ളിലും വളരെ മനോഹരമായിട്ട് കൽഭരണികളിലായിട്ട് ഉപ്പിലിട്ട ക്യാരറ്റ്, നെല്ലിക്ക, അതുപോലെ പിന്നെ ഈ സൈഡ് മുഴുവൻ നമ്മുടെ ജ്യൂസിൻ്റെ സെക്ഷനാണ്. അതിനുവേണ്ടി വിവിധ തരത്തിലുള്ള ഫ്ലേവേഴ്സാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളിലാണെങ്കിൽ 20 to 25 മെമ്പേഴ്സിനുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ടേബിളിന് വേണ്ടിയുള്ള വെയിറ്റിങ്ങിനാണ്. നമ്മുടെ കുഞ്ഞുവാവ ലൈറ്റിങ്ങും അതുപോലെ ഓരോന്നൊക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്ത വൈബും ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വീക്കെൻഡ് ആയതുകൊണ്ട് ഫ്രൈഡേസിലൊന്നും അങ്ങോട്ട് അടുക്കാൻ പോലും വയ്യ. ഓരോ തവണയും വരുമ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എക്സൈറ്റ് വന്ന സെയിം ഡേയിൽ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഇത് വയനാട് പോത്തുങ്കാലാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. ആവി പറക്കുന്ന തവയിൽ വളരെ മനോഹരമായിട്ടാണ് അവരത് ഡെക്കറേറ്റ് ചെയ്ത് ആൾക്കാരുടെ മുന്നിലെത്തിക്കുന്നത്. ഇന്നങ്ങനെ നമ്മുടെ ടേബിൾ കിട്ടി. ഇന്ന് പറഞ്ഞ ചൂടുള്ള പൊറോട്ടയും അതുപോലെ ബീഫ് റോസ്റ്റുമാണ്. കുഞ്ഞുവാവയ്ക്ക് വേണ്ടി ഒരു പാലപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മീനിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങളങ്ങനെ ഫുഡ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് കുറച്ച് കഴിച്ചു. അങ്ങനെ ക്വാണ്ടിറ്റി വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും നമ്പർ 1 ആയിരുന്നു. ബീഫ് റോസ്റ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഈവനിങ് ഒരു കോഫിയൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തു. അപ്പം നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും ഫാഹിൽ പോകുമ്പോൾ വിസിറ്റ് ചെയ്യാം.